നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ആഫ്രിക്കൻ സഞ്ചാരവുമായി ബന്ധപ്പെട്ട 8ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന ചോബെ മൊപ്പാനി ഫോറസ്റ്റ് ലോഡ്ജ് ബസ്വാനയിൽ, അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഹോട്ടലുകളിലെ ജീവനക്കാരും മറ്റുമായി ഞങ്ങളെ യാത്ര അയക്കുന്ന രംഗം നമുക്ക് സൃഷ്ടിക്കാം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൂടുതലും യാത്രകൾ തന്നെ. ബസ്വാനയിൽ നിന്നും ആദ്യം സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾ എയർപോർട്ടിൽ ഞങ്ങൾക്ക് എത്തണം. അവിടെ നിന്നുമാണ് നമുക്ക് സൗത്ത് ആഫ്രിക്കയുടെ ജോഹന്നസ്ബർഗിലേക്കുള്ള ഫ്ലൈറ്റ്. വൈകുന്നേരം 7 മണിക്ക് 8 മണിക്ക് ഉള്ളിൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ എത്തിച്ചേരുകയുള്ളൂ. അതായത് ഇന്നത്തെ പൂർണ്ണ ദിവസവും ഞങ്ങൾക്ക് യാത്ര തന്നെയാണ്. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന സോമൻസിൻ്റെ 40 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പ് ഞങ്ങൾ 5 ചെറിയ ട്രിപ്പുകളായിട്ടാണ്, അല്ലെ പിക്കപ്പുകളിലാണ് യാത്ര ചെയ്യുന്നത്. ഇതുപോലുള്ള ബോസ്വാന, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ ബസ് കിട്ടില്ല. അതിനുള്ള സൗകര്യങ്ങളും മറ്റും ഇവിടെ ഇല്ല. ബോസ്വാനയിൽ നിന്നുള്ള എക്സിറ്റ് ഫോർമാലിറ്റിയും ഒപ്പം സിംബാബ്വേയിലേക്കുള്ള എൻട്രി ഫോർമാലിറ്റീസും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ മിനി ബസ് ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ തരുന്നുണ്ടായിരുന്നു. ബോട്സ്വാനയുടെ മിക്ക ഭാഗങ്ങളും പരന്ന സമതലങ്ങളാണ്. ബസ് യാത്രയിൽ ഞങ്ങൾക്ക് ഇത്തരം വിശാലമായ പുൽമേടുകളും ഇടയ്ക്കിടെ കാണുന്ന മരങ്ങളും കുറ്റിച്ചെടികളും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ചെറിയ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ആളുകളുടെ ദൈനംദിന ജീവിതം, പരമ്പരാഗത വീടുകൾ, കൃഷിസ്ഥലങ്ങൾ എന്നിവയൊക്കെ കുറേശ്ശെ കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ വഴിയരികിൽ സാധനങ്ങൾ വിൽക്കുന്നതും കുട്ടികൾ കളിക്കുന്നതുമെല്ലാം സാധാരണ കാഴ്ചയാണ്. സിംബാബ്വേയിലേക്ക് കടന്നപ്പോഴും ഭൂപ്രകൃതിയിൽ തന്നെ ചില മാറ്റങ്ങൾ കണ്ടു. ബോസ്വാനയേക്കാൾ കൂടുതൽ കുന്നുകളും പാറക്കെട്ടുകളും സിംബാബ്വേയിൽ കാണാൻ സാധിച്ചു. ഈ യാത്രയിൽ ബോസ്വാനയിലെ ഫ്രാൻസിസ് ടൗൺ, സിംബാബ്വേയിലെ ബെലുവായോ എന്നീ നഗരങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ തനതായ സ്വഭാവവും കെട്ടിടങ്ങളും പ്രത്യേകതകളും ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ഈ എയർപോർട്ട്, അതായത് വിക്ടോറിയ ഫാൾ ഇൻ്റർനാഷണൽ എയർപോർട്ട്, സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾസിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ വരുന്നവർക്ക് വളരെ സൗകര്യപ്രദമായ ഒരു പ്രവേശന കവാടമാണ് ഇത്. പ്രതിവർഷം 1.5 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ എയർപോർട്ടിനുണ്ട്. 14 ചെക്കിംഗ് കൗണ്ടറുകൾ, 9 ബോർഡിംഗ് ഗേറ്റുകൾ, 3 ബാഗേജ് കൺവെയർ ബെൽറ്റുകൾ, സുവനിയർ കടകളും റെസ്റ്റോറൻറ്റുകളും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും, ബാങ്കുകൾ സൗകര്യങ്ങൾ, ബിസിനസ് ക്ലാസ് ലോഞ്ച്, ഷവർ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ എയർപോർട്ടിൽ ലഭ്യമാണ്. സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലേക്ക് പുറപ്പെടുന്ന ഈ വിമാനം ഫ്ലൈ സഫയറിൻ്റെ ബോയിങ് 737-400 സീരിയൽപ്പെട്ടതാണ്. ഈ വിമാനത്തിൻ്റെ ആകെ പാസഞ്ചർ കപ്പാസിറ്റി 165 ആണ്. എല്ലാം എക്കോണമി ക്ലാസ് പാസഞ്ചേഴ്സ്. ഫ്ലൈ സഫയർ അവരുടെ എല്ലാ ഫ്ലൈറ്റിനും ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. അഡ്വാൻസ് ഏവിയോണിക്സ് സിസ്റ്റങ്ങളും കർശന മെയിൻ്റനൻസ് പ്രോട്ടോക്കോളുകളും അവർ കർശനമായിട്ട് തന്നെ പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ ബോർഡായി കഴിഞ്ഞ് നമ്മുടെ വിമാനം ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറാകുകയാണ്. ബോയിങ് 737-400 സീരിയൽപ്പെട്ട വിമാനങ്ങൾ ചെറിയ ദൂരങ്ങളിലും ഇടത്തരം ദൂരങ്ങളിലുള്ള യാത്രക്കാർക്കും അനുയോജ്യമാണ്. നമ്മൾ ഇപ്പോൾ പുറപ്പെടുന്ന ഈ എയർപോർട്ടിൽ നിന്നും ജോഹന്നസ്ബർഗിലേക്ക് ഏകദേശം 920 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഉണ്ട്. നേരിട്ടുള്ള ഒരുപാട് വിമാനങ്ങൾക്കും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് ടൈം കൊണ്ട് അവിടെ എത്തിച്ചേരുകയും ചെയ്യും. നമ്മുടെ വിമാനം ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറാകുകയാണ്. ടേക്ക് ഓഫിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റൺവേക്ക് ഏകദേശം 4000 മീറ്റർ ദൂരമുണ്ട്. വലിയ വിമാനങ്ങളായ 747-400 സീരിയലും ബോയിങ് 777, എയർബസ് 340 and 380 എന്ന് തുടങ്ങിയ എല്ലാ വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനുള്ള സൗകര്യം ഇതിവിടെയുണ്ട്. വളരെ മനോഹരമായൊരു ടേക്ക് ഓഫാണ് നമുക്ക് കിട്ടുന്നത്. അതിമനോഹരം എന്ന് വേണേൽ പറയാം. അങ്ങനെ ഞാൻ എൻ്റെ ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, നമീബിയ തുടങ്ങിയ 4 രാജ്യങ്ങളോട് യാത്ര പറയുകയാണ്. ഇനി ഞാൻ ചെല്ലുന്നിട്ടാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലേക്ക്. അവിടെ നിന്നും അവൻ്റെ യാത്ര തുടർന്ന് അവസാനിക്കുന്നത് എത്യോപ്യയിലായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഐറ്റിനറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 6 രാജ്യങ്ങൾ ടച്ച് ചെയ്തുള്ള യാത്രയായിരുന്നു ഇത്. അങ്ങനെ ഞാൻ സൗത്ത് ആഫ്രിക്കയുടെ ജോഹന്നസ്ബർഗ് എന്ന എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ജോഹന്നസ്ബർഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്ന ഒന്നാണ് മഹാത്മാഗാന്ധിയും നെൽസൺ മണ്ടേലയും. ഇവർ രണ്ടുപേരുടെയും പ്രവർത്തന മണ്ഡലങ്ങൾ നമുക്ക് സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കഴിയുന്നത്രത്തോളം വീഡിയോയിലാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാം. നമ്മുടെ ഫ്ലൈറ്റ് ടച്ച് ഡൗൺ ബ്രേക്കിംഗ് പൊസിഷൻ ജോഹന്നസ്ബർഗിലെ, അതായത് ഇവിടുത്തെ പിയർ മൗണ്ട് ഗ്രാൻഡ് ഹോട്ടലിലാണ് എനിക്ക് അക്കോമഡേഷൻ ശരിയാക്കിയിരിക്കുന്നത്. ഒരു നൈറ്റ് മാത്രം എനിക്കിവിടെ തങ്ങിയാൽ മതി. അതിനുശേഷം ഞങ്ങളുടെ ഐറ്റിനനുസരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എയർപോർട്ടിലെ അറൈവൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ഹോട്ടലിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ആകേണ്ടതായിട്ടുണ്ട്. ചെക്കൗട്ടായി വെളിയിൽ വന്നപ്പോഴാണ് ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യവും ഈ ഹോട്ടലിനെ കുറിച്ച് ചിത്രീകരിക്കാനുള്ള സന്ദർഭം കിട്ടിയത്. വളരെ മനോഹരമായ സ്ഥലമായിരുന്നു ഇത്. വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം ഇത് നോക്കിയിരുന്നത്. കാരണം ഇന്നലെ രാത്രി വന്നത് കാരണം ഇതൊന്ന് ചിത്രീകരിക്കാനോ ഇതിൻ്റെ വിവരങ്ങൾ എടുക്കാനോ സാധിച്ചില്ല. രാവിലെ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപായിട്ട് ഹോട്ടലും പരിസരമെല്ലാം ഒന്ന് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. ഇനിയും ഈ യാത്രയിൽ ഇങ്ങോട്ട് ഒരു തിരിച്ചു വരവ് ഉണ്ടാകില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങളിൽപ്പെട്ട പലരും പല പോസിലുള്ള ഫോട്ടോകളും ഹോട്ടലിൻ്റെ ഫോട്ടോകളും മറ്റും എടുക്കുന്നതിൽ വളരെ താല്പര്യരായിരുന്നു. ആഡംബരപൂർണമായ ഒരു മുറികളും സ്യൂട്ടുകളും സ്പാ, നീന്തൽക്കുളം, എയർപോർട്ട് ഷട്ടിൽ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു ആഡംബരപൂർണമായ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് ഇത്. ഞങ്ങളുടെ ലഗേജുകളെല്ലാം കൊണ്ടുവന്ന് ബസ്സിനടുത്ത് വെച്ച് ബസ് ഡ്രൈവർ തന്നെ അത് അതിനകത്ത് പാക്ക് ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുന്നു. ഇന്ന് ഇവർക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലെങ്കിൽ നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹം ഗാന്ധിജിയെ പരിചയപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജിയിൽ നിന്ന് പഠിച്ച് അതാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇവർക്ക് ഈ അപ്പാർത്തിയിൽ നിന്ന് മോചനം കിട്ടിയത്. ഇന്ന് ഞങ്ങൾക്ക് ജോഹന്നസ്ബർഗിൽ ഉള്ള 2 പ്രധാനപ്പെട്ട പരിപാടികളാണ്. ഒന്ന്, നെൽസൺ മണ്ടേല സ്ക്വയർ സന്ദർശിക്കുക എന്നുള്ളതും മഹാത്മയുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹ ഹൗസ് സന്ദർശിക്കുക എന്നുള്ളതും. ഞങ്ങൾ നെൽസൺ മണ്ടേലയുടെ സ്മാരകം അല്ലെങ്കിൽ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന നെൽസൺ മണ്ടേല സ്ക്വയർ എത്തിക്കഴിഞ്ഞു. നെൽസൺ മണ്ടേല സ്ക്വയർ ദക്ഷിണാഫ്രിക്കയിലെ സാൻഡൈനയിലെ സാൻഡൗണിലുള്ള 5-ാം സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഭക്ഷണശാലകളും റീറ്റെയിൽ കടകളും നിറഞ്ഞ ഒരു വലിയ പൊതു ചതുരവും ഷോപ്പിംഗ് സെൻറ്ററുമാണ്. കൂടാതെ ഇവിടെ പല രീതിയിലുള്ള പല പരിപാടികളും നടക്കാറുണ്ട്. ആഘോഷ ദിവസങ്ങളനുസരിച്ച് വിശേഷ ദിവസങ്ങളിൽ പല പല പരിപാടികളും ഈ സ്ക്വയറിൽ നടക്കാറുണ്ട്. ചത്വരത്തിൻ്റെ പ്രധാന ആകർഷണം നെൽസൺ മണ്ടേലയുടെ 6 മീറ്റർ ഉയരമുള്ള വെങ്കല പ്രതിമയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് 2.5 ടണ്ണിലധികം ഭാരമുള്ളതും മണ്ടേലയുടെ ജീവിതത്തിലെയും പ്രധാന പ്രവർത്തനങ്ങളിലെയും പ്രധാന ആശയങ്ങളായ സ്വാഗതത്തെയും അനുരഞ്ജനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ കലാകാരന്മാരായ കോബസ് ഹാറ്റിങ്ങും ജേക്കബ് മാഫുങ്കയും ചേർന്നാണ് ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത്. 2004 ദക്ഷിണാഫ്രിക്കയുടെ 10ാം ജനാധിപത്യ വാർഷികം ആഘോഷിക്കുന്നതിനും ഈ പ്രദേശത്തിന് പേര് മാറ്റിയതിനും ഉള്ളതാണ് ഇത്. അതിനോടനുബന്ധിച്ചാണ് ഇതിൻ്റെ ഉദ്ഘാടനവും നടത്തിയത്. നെൽസൺ മണ്ടേല സ്ക്വയർ സാൻഡൺ സിറ്റിയുടെ കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്റ്റുമായി യോജിച്ച് പ്രവർത്തിക്കുന്നു. ഒരു ബിസിനസ്സിൻ്റെയും സ്മരണയുടെയും ഒരു പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ സ്ക്വയർ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങളിൽ ചില യാത്രികർക്ക് നെൽസൺ മണ്ടേലയോടുള്ള ആദരസൂചകമായി കുറച്ച് യോഗാഭ്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് മുൻപിൽ നടത്തണമെന്ന് വലിയ ആഗ്രഹം. അതാണ് നടത്തുന്നത്. ഞങ്ങളുടെ സഹയാത്രികരാണ് ഇത്. ആധുനിക റീറ്റെയിൽ മാളിൻ്റെ തിരക്കേറിയ പ്രവർത്തനങ്ങളും മണ്ടേലയുടെ ശാശ്വതമായ പാരമ്പര്യത്തിൻ്റെ പ്രതീകാത്മകതയെയും സന്ദർശകർക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയും. നെൽസൺ മണ്ടേല സ്ക്വയർ സാധാരണയായി തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ വൈകുന്നേരം 7 മണി വരെയും ഞായറാഴ്ച ദിവസങ്ങളിൽ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയും തുറന്നിരിക്കും. മണ്ടേല സ്ക്വയറിൽ ഞങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് തന്നെ. പക്ഷേ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിച്ച് ഞാൻ മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാരണം ഷോർട്ടും പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾക്ക് അടുത്തതായിട്ട് കാണാനുണ്ടായിരുന്നത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹ ഹൗസായിരുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തിയ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ അതിശയവും ആകാംക്ഷയും ഉണ്ടായിരുന്നു. പേപ്പറുകളിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ വായിച്ചിട്ടുള്ള സത്യാഗ്രഹ ഹൗസിനെ നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അവിടുത്തെ ഒരു ഗൈഡിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിച്ചാലോ.
Alright, to Satyagraha House. So this is basically where Herman Kalambak and Gandhi stayed together for almost 2 years. Alright? So you'll see when you walk into the house that it's written in both French and English. That's because we're owned by a French company. They bought this house in 2009 and renovated until 2011. So we operate as a guest house and as a museum. Alright, so when you walk in, you'll start reading. There's a huge sign that says Satyagraha House. You read that. To the left is how the original historic house looked like in the surrounding areas. When you walk down, you'll see a drawing of the house. So Herman Kalambak was an architect from Lithuania. So he's the one that built this house. Alright, and then to the right, when you walk down here, you'll see there's a map of all the places that Gandhi stayed in Johannesburg. So he couldn't own any properties because at that time in South Africa, you needed to be white to own properties, okay? Then you walk down the house and then you walk straight to the historic house. There's 2 rondavels to your left and your right. മഹാത്മാഗാന്ധിയുടെ പ്രധാന പ്രവർത്തന മണ്ഡലമായിരുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് അതായത് സത്യാഗ്രഹ ഹൗസും അവിടുത്തെ കാഴ്ചകളും വിവരണങ്ങളും വിശദമായി തന്നെ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.